ദേവമംഗൾ ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില കാര്യങ്ങളും ഫലങ്ങളും, ഒപ്പം തന്നെ 2024 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഉത്രട്ടാതി നക്ഷത്രം പൂർണ്ണമായും മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന നക്ഷത്രവും രാശാധിപൻ വ്യാഴവും നക്ഷത്രാധിപൻ ശനിയുമാണ്. ആയതിനാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും പൊതുവായ ചില ലക്ഷണങ്ങൾ ഈ നക്ഷത്രക്കാരിൽ കാണാൻ കഴിയും. ഉത്രട്ടാതി നക്ഷത്രം പൂർണ്ണമായും ശനിയുടെ നേരിട്ടുള്ള അധികാരത്തിലും നിയന്ത്രണത്തിലും പ്രഭാവലയത്തിലും വരുന്ന നക്ഷത്രമാണ്. അതിനാൽ ഇവരെ ശനി മനുഷ്യർ എന്ന് പറയാറുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കുടുംബത്തിന് അലങ്കാരമായിരിക്കും. ശനിയുടെ വക്രതയും പിടിതരാത്ത മട്ടും കൃഷ്ണശിലയുടെ കാഠിന്യവും ഉത്രട്ടാതി നാളുകാരിൽ ചിലപ്പോഴെങ്കിലും കാണാൻ കഴിയും. തികച്ചും മണ്ണിൽ ചവിട്ടി നിൽക്കുന്നവർ, ആദർശത്തെയും പ്രായോഗികതയെയും സമന്വയിക്കാൻ അറിയുന്നവർ, സഹജീവികളുടെ കാരുണ്യവും മനുഷ്യപ്പറ്റുമുള്ളവരും സ്വാർത്ഥതയും അഹന്തതയും കുടഞ്ഞുകളയാൻ കഴിവുള്ളവരുമാണ് ഇവർ. നേർവരയുടെ ലാളിത്യവും കൃത്യതയും കാത്തുസൂക്ഷിക്കുന്നവർ. ഇതൊക്കെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. ഇവർ ശുഭകർമ്മങ്ങൾ ചെയ്യുന്നവരും ധൈര്യവും അഭിമാനവും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരും സൗമ്യഗുണമുള്ളവരും പാണ്ഡിത്യമുള്ളവരും ത്യാഗശീലരും മനസ്സിന് വെണ്മയുള്ളവരും സാത്വിക പ്രകൃതികളുമായിരിക്കും. ധർമ്മത്തിൽ നിന്നും ഇവർ വ്യതിചലിക്കില്ല. ഇവർ ഈശ്വരവിശ്വാസികളും മധുരമായും മൃദുവായും സംസാരിക്കുന്നവരും ശാസ്ത്രജ്ഞാനം, ധർമ്മനിഷ്ഠ, സത്യസന്ധത, ദയാദാക്ഷിണ്യം, ആകർഷത്വം, നിഷ്കളങ്കത, ആത്മനിയന്ത്രണ ശക്തിയും ഉള്ളവരും മനസ്സിലിരുപ്പ് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും വരികയില്ല. ഉത്രട്ടാതി നക്ഷത്രക്കാർ സ്വപ്രയത്നം കൊണ്ട് മാത്രം പ്രശസ്തിയും ഉയർച്ചയും നേടുന്നവരുമായിരിക്കും. ജീവിതത്തിൻ്റെ ആദ്യ ഭാഗത്ത് വിജയിക്കുന്നവരും ശോഭിക്കുകയും ചെയ്യുന്നവരും, എന്നാൽ രണ്ടാം ഭാഗത്ത് തിളങ്ങുകയും നേട്ടങ്ങൾ കൊയ്യുന്നവരും ആയിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരിൽ സാധാരണ കണ്ടുവരാറുള്ള ഒരു സ്വഭാവവിശേഷം ഇവർക്കുള്ള പിണക്കമാണ്. മൂക്കേൽ കെറിവ് എന്ന നാട്ടുപഴഞ്ചൊല്ല് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ അർത്ഥവത്താണ്. എന്നാൽ ഇവരിലുള്ള ഈ സ്വഭാവവിശേഷം സ്ഥിരമല്ല എന്നുള്ളതാണ്. നിസ്സാര കാര്യത്തിന് പോലും ഇവർക്കുള്ള ഈ പിണക്കം തൊട്ടടുത്ത നിമിഷം തന്നെ മാറുകയും ചെയ്യും. സ്നേഹിച്ചാൽ ഇവർ എന്തും കൈവിട്ട് പ്രവർത്തിക്കും, പിണങ്ങിയാൽ നേരെ മറിച്ചും. ഉത്രട്ടാതി നാളുകാരിൽ ഭൂരിപക്ഷം ജനിച്ച ദേശവും വീടും വിട്ട് താമസിച്ചും വിദേശവാസവും വിദേശ സഞ്ചാരവും ഇവ ചെയ്തും ജീവിതത്തിൽ അധിക കാലവും ചെലവഴിക്കുന്നവരായിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും ഇവർ ഒരിക്കലും പിന്തിരിയയില്ല. നിരാശാബോധം ഇവരെ സ്പർശിക്കാറേയില്ല. ഔദ്യോഗിക ജീവിതത്തിൽ ഇവർ വളരെ ശോഭിക്കും. അധികാരികളുടെ പ്രീതിക്കും പ്രശംസയ്ക്കും ഇവർ മുൻപിൽ തന്നെയായിരിക്കും. ഏതാണ്ട് 17 വയസ്സിനു ശേഷം ഇവർ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നവരുമായി കാണപ്പെടുന്നു. പൊതുപ്രവർത്തനം ഇവർക്ക് ഇഷ്ടമുള്ള രംഗമാണ്. അതുപോലെ തന്നെ സാമൂഹ്യ സേവന രംഗത്തും. എവിടെ ചെന്നാലും ആ വീട്ടിലെ ഒരാളായി മാറും. വീട്ടുകാരനോ അതിഥിയോ എന്ന് സംശയം തോന്നാം. ഭജനമൂത്ത് ഊരാൺമയാവുക എന്നൊരു ചൊല്ല് ഇവർക്ക് ചേരും. പല വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കും. പ്രായമോ ലിംഗമോ ഭേദമോ ഇവർക്കൊരു പ്രശ്നമല്ല. ബുധൻ നീചത്വം ഭാവിച്ച നക്ഷത്രമാകിയാൽ സംസാരിച്ച് ആളുകളെ ചിലപ്പോൾ മുഷിപ്പിച്ചേക്കാം എന്നും വരാം. വായന, സിനിമ, നാടകം, സംഗീതം, അതുപോലെ തന്നെ യാത്രകൾ ഇവയൊക്കെ ഇവർക്ക് ഹരമാണ്. അതുപോലെ തന്നെ ജലയാത്രകളും. പ്രവാസ ജീവിതം നയിക്കുന്നവരായിരിക്കുമല്ലോ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇവർ എവിടെ ചെന്നാലും ക്ലബ്ബോ സംഘടനകളോ രൂപീകരിക്കുകയും അവയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും നടത്തിപ്പിലും വാർഷികമായ ആഘോഷങ്ങളിലും ഇവർ നിറസാന്നിധ്യമായിരിക്കുകയും ചെയ്യും. ഇവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ വലിയ പഠിപ്പിസ്റ്റുകളൊന്നും ആയിരിക്കില്ല. പഠിത്തത്തിൻ്റെ കാരകഗ്രഹമായ ബുധൻ്റെ നീചരാശിയാകയാലും അതും ബുധൻ്റെ നീചം സംഭവിക്കുന്നത് ഉത്രട്ടാതി നാളിലാകയാലും വിദ്യാഭ്യാസ കാര്യത്തിൽ അപൂർവം ചിലർക്ക് മാത്രമേ ഉന്നത വിദ്യ കൈവരിക്കാൻ കഴിയൂ. ഇവർ ജനിച്ചത് ഉഭയരാശിയിലായതിനാൽ ഏത് വിഷയവും തിരഞ്ഞെടുക്കണമെന്ന തീരുമാനത്തിൽ തന്നെ എത്താൻ വളരെ സമയം വേണ്ടിവരും. സാങ്കേതിക വിദ്യാഭ്യാസത്തേക്കാൾ ഹ്യൂമാനിറ്റേറിയൻ വിഷയങ്ങളാവും ഇവർക്ക് ശോഭിക്കാൻ കഴിയുക. അധ്യാപനം, ജലവകുപ്പ്, ഫിഷറീസ്, സാഹിത്യരചന, യോഗയും ധ്യാനവും, ലൈബ്രറി പരിപാലനം, ടൂറിസ്റ്റ് ഗൈഡ്, പൗരോഹിത്യം ഇവയൊക്കെ ഇവർക്ക് നന്നായി യോജിക്കുന്ന കർമ്മരംഗങ്ങളാണ്.
ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പിതാവ് സ്നേഹനിധികളും അല്പം കർക്കശ പ്രകൃതിയുമായിരിക്കും. വീട്ടിൽ അച്ചടക്കം കർക്കശമായിരിക്കും. ബാല്യകാലത്ത് ഇത് ലംഘിച്ചാൽ നല്ല ശിക്ഷയും കിട്ടും. പുറമേയുള്ള ഈ പരുക്കൻ മട്ടുമൂലം ഉത്രട്ടാതിക്കാർ പിതാവിൽ നിന്നും അകലം പ്രാപിക്കുന്നവരും പിതൃപുത്രബന്ധം സമാന്തര രേഖകൾ പോലെ ആയിരിക്കുകയും ചെയ്യും. മാതാവിനോടായിരിക്കും ഇവരുടെ കൂറും അടുപ്പവും. വിദൂഷിയോ വാക്സാമർഥ്യമുള്ളവളോ ആയിരിക്കും ഇവരുടെ മാതാക്കൾ. ഗ്രഹഭരണ നൈപുണ്യവും കാര്യപ്രാപ്തിയും ചുറ്റുപാടുകളെ എങ്ങനെ വരുതിയിൽ കൊണ്ടുവരാമെന്നുള്ള പാഠവും ഇവർ മാതാവിൽ നിന്നും പഠിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ വിജയിക്കുന്നവരാണ് ഭൂരിപക്ഷം ഉത്രട്ടാതി നാളുകാരും. വിദ്വത്വവും പ്രാമാണിത്യവും ഉള്ളവരായിരിക്കും ഇവരുടെ ജീവിത പങ്കാളി. ഒന്നിലധികം കർമ്മരംഗങ്ങളിൽ ശോഭിക്കുന്നവരുമായിരിക്കും. ഇവരുടെ അനുരഞ്ജന മനോഭാവമാണ് ദാമ്പത്യത്തെ വിജയിപ്പിക്കുന്ന മുഖ്യഘടകം. ജീവിത പങ്കാളിയുടെ നല്ല സുഹൃത്തും വഴികാട്ടിയും ഗുരുവുമാവാൻ ഉത്രട്ടാതി നാളുകാർക്കും ആവും. ദാമ്പത്യസുഖം ഭദ്രമാവുകയും ചെയ്യും. ഇവരുടെ 7ാം രാശി കന്യയും രാശ്യാധിപൻ ബുധനുമാകിയാൽ ഇവരുടെ ജീവിത പങ്കാളി മിശ്രണതയും സൗമ്യതയും ഉള്ളവളായിരിക്കും. സന്താനം ഭാഗ്യം കൊണ്ട് അനുഗ്രഹീതരായിരിക്കും ഉത്രട്ടാതി നാളുകാർ. ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം മൂലം നല്ല സന്താനങ്ങളെ ലഭിക്കും. ഇവരുടെ മാതാപിതാക്കളെക്കാൾ ഇവർ സന്താനങ്ങൾക്ക് നല്ല അച്ഛനും അമ്മയുമായിരിക്കും. ഒന്നിലധികം സന്താനങ്ങൾ ഇവർക്കുണ്ടാകും. ബുദ്ധി ഗുണവും യശസ്സും നേടുന്നവരായിരിക്കും ഉത്രട്ടാതി നാളുകാരുടെ സന്താനങ്ങൾ. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജാതരായ സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങളോടൊപ്പം തന്നെ ചില പ്രത്യേകതകളുമുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ കുലത്തിന് ഭൂഷണമായിരിക്കും. ക്ഷമിക്കാനും അനുരഞ്ജിക്കാനും ഇവരെ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ. അതിനാൽ കുടുംബജീവിതത്തെ ഭദ്രവും പൂർണ്ണവുമാക്കാൻ ഇവർക്ക് അനായാസം കഴിയുന്നു. ഏറ്റവും മാന്യമായ വിധത്തിൽ ആരോടും പെരുമാറാനുള്ള ചാതുര്യം ഇവരിൽ കാണാൻ കഴിയും. ഉദ്യോഗരംഗത്ത് അസാമാന്യമായ കഴിവ് പുലർത്തും. സന്താനഭാഗ്യത്താൽ ഇവർ അനുഗ്രഹീതരുമായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ മൃഗം പശുവും, വൃക്ഷം കരിമ്പനയും, പക്ഷി മയിലും, മനുഷ്യഗണവും, സ്ത്രീയോനിയും, ഭൂതമാകാശവും, ദേവത അഹിർബുദ്ധിനിയുമാണ്. ദേവത അഹിർബുദ്ധിനി എന്ന് കേൾക്കുമ്പോൾ അത് ഏത് ദേവതയാണെന്ന് ഒരു ആശങ്ക ഉണ്ടായേക്കാം. അഹിർ എന്നാൽ പാമ്പാണെന്നും പാമ്പിനെ നിയന്ത്രിക്കുന്ന ദേവനെന്നും ശിവൻ്റെ പര്യായമാണ് അഹിർബുദ്ധി എന്നുമാണ് ജ്യോതിഷ പണ്ഡിതന്മാരുടെ നിഗമനം. അതിനാൽ മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കുക. വ്യാഴത്തിൻ്റെ മഞ്ഞൾ പൊറിച്ചതുപോലെയുള്ള നിറം, അതായത് സ്വർണത്തിൻ്റെയും ചെമ്പകത്തിൻ്റെയും നിറവും ഉത്രട്ടാതി നാളിൻ്റെ അധിപനായ ശനിയുടെ നീല നിറവും ഉത്രട്ടാതി നാളുകാർക്ക് ഉത്തമ നിറങ്ങളാണ്. ശനിയും വ്യാഴവും ഇഷ്ട ആഴ്ചകളാണ്. ശനിയുടെ സംഖ്യയായ 8ഉം വ്യാഴത്തിൻ്റെ സംഖ്യയായ 3ഉം അനുകൂല സംഖ്യകളാണ്. ഇനി സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജോലിയും ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാകും. എങ്കിലും അധ്വാനഭാരം വർദ്ധിക്കും. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കുക. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത് ധനനഷ്ടമുണ്ടായേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചില്ലെങ്കിൽ ആശുപത്രിവാസത്തിന് ഇടവന്നേക്കാം. 2024 ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഔദ്യോഗിക രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് പലവിധ തടസ്സങ്ങൾ മൂലം നടക്കാൻ കാലതാമസം നേരിട്ടേക്കാം. സാമ്പത്തിക ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. അശ്രദ്ധ മൂലം കയ്യിലുള്ള ധനം നഷ്ടപ്പെടാനും സാധ്യതയുള്ളതുകൊണ്ട് സൂക്ഷിക്കുക. കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ചയില്ലായ്മ ഉടലെടുത്തേക്കാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരം കൈവരും. 2024 നവംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടേക്കാം. ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരിക്കില്ല. പലവിധ പ്രതിബന്ധങ്ങളെയും നേരിടേണ്ടായി വരും. എങ്കിലും സാമ്പത്തിക രംഗം തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടാകാതെ നോക്കുക. 2024 ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസതയും മോശമായ കൂട്ടുകെട്ടിലും അകപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അഗ്നിസംബന്ധമായ അപകടങ്ങൾക്ക് സാധ്യത ഉള്ളതിനാൽ വീട്ടിലും ജോലിസ്ഥലത്തും വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുക. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ധനാഭിവൃദ്ധിയും ഉണ്ടാകും. നീതിന്യായ രംഗത്ത് വിജയം കൈവരും. കുടുംബാന്തരീക്ഷം ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. ഇത് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി നീങ്ങിയാൽ കാര്യങ്ങൾ ഗുണകരമായി മാറ്റാൻ കഴിയും. നിങ്ങളുടെ ജാതകവശാൽ വലിയ ദശാദോഷങ്ങളൊന്നുമില്ലെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ അനുഭവയോഗ്യമായേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.